ഈ മുസ്ലിങ്ങളിലേക്ക് ഇത് എത്താനുള്ള കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇത് എത്താനുള്ള കാരണം മുസ്ലിം ലീഗ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളാത്തതുകൊണ്ട് മാത്രമാണ്. ഇവരെ തള്ളിയാൽ തീർന്നു. SDP-നെയും ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിനെയും ലീഗ് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസും തള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് തള്ളാത്തോടത്തോളം കാലം കോൺഗ്രസിനെതിരെ പറയാനും ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെ പറയാനും ഈ പറയുന്ന CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും BJP-ക്കുള്ള ആയുധം അതാണ്. അത് അവരുടെ ഭാഗത്ത് അവർ രാഷ്ട്രീയ വിമർശനമായിട്ടാണ് ഇത് ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയ വിമർശനം അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 5 പത്രസമ്മേളനം നടത്തി. ഈ 5 പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയല്ല, കേരളത്തിലെ ഒരു മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ എന്താണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, ഇത് രണ്ടും എന്താണ്? വർഗീയ പാർട്ടികളാണ്. ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ വോട്ട് വേണ്ട എന്ന് ഈ പറഞ്ഞ UDF പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഈ 5 പത്രസമ്മേളനങ്ങൾ നടത്തിയത്. അതിന് മറുപടിയില്ല, അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം കാലം ഇതിന് മറുപടി ചോദിക്കാനുള്ള അധികാരം കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. എന്താണ്, ഞങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ, എന്നിട്ട് ഞങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ലല്ലോ.